മംഗളവാർത്ത കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സന്തോഷിക്കുന്നവരാകുവാൻ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ അബ്രാഹത്തിനോടും സാറയോടും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ നൽകി വലിയ കാരുണ്യം കാണിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നാം കണ്ടുമുട്ടുന്നത്. കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ചിരുന്ന മനോവയ്ക്കും വന്ധ്യയായ ഭാര്യയ്ക്കും സാംസൺ എന്ന കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള രണ്ടാം വായന പരിചയപ്പെടുത്തുക. തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള അവിടുത്തെ അനന്തമായ സ്നേഹമാണ് ഈ രണ്ട് വചനഭാഗങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. എഫേസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ ഏറ്റവും നിസ്സാരനായ തനിക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവകാരുണ്യമാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അടിവരയിട്ട് പറയുകയാണ്. മംഗളവാർത്ത കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച സഖറിയായ്ക്കും എലിസബത്തിനും തങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ നൽകുമെന്ന വാഗ്ദാനമാണ് നാം കണ്ടുമുട്ടിയത്. മൂന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളിൽ സംഭവിക്കുന്നത്. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിക്കുമ്പോൾ എലിസബത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. വന്ധ്യത ശാപമായി കണക്കാക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവളുടെ ജീവിതത്തിൽ ചെയ്ത മഹാകാരുണ്യമായിരുന്നത്. പ്രിയപ്പെട്ടവരെ, എലിസബത്തിനെ പോലെ പല വിധത്തിലുള്ള അപമാനങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നാം എല്ലാവരും. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥകൾ, ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ദുർനടപ്പും മൂലം വേദനിക്കുന്നവർ, എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ലഭിക്കാത്തവർ, പലവട്ടം എഴുതിയിട്ടും പാസ്സാകാത്ത പരീക്ഷകൾ, ഇവയെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ അപമാനിതരാക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, സഖറിയായോടും എലിസബത്തിനോടും കരുണ കാണിച്ച ദൈവം നാം കടന്നു പോകുന്ന അപമാനത്തെ എടുത്തു മാറ്റുമെന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും നമുക്ക് വിശ്വസിക്കാം. രണ്ടാമതായി, കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ സന്തോഷിക്കുന്ന അയൽക്കാരെയും ചാർച്ചക്കാരെയും വചനം പരിചയപ്പെടുത്തുന്നുണ്ട്. സഖറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുന്നവരാണവർ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ, സന്തോഷം കടന്നു വരുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുവാൻ നമുക്കാവുന്നുണ്ടോ? പുറമേ സന്തോഷം നടിക്കുന്നവരായി നാം കാണപ്പെടാറുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം അസൂയയും മാനസിക പിരിമുറുക്കവും നമുക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിൽ തിരിച്ചറിയുക, നാം അസൂയ കാണിക്കുന്നത് അവരോട് മാത്രമല്ല, മറിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തോടാണ് നാം മറുതലിക്കുന്നത്. കാരണം അവിടെ കൂടിയിരുന്നവർ സന്തോഷിച്ചത് അവർക്ക് കുഞ്ഞിനെ ലഭിച്ചതിനാൽ മാത്രമല്ല, മറിച്ച് ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നതിനാലാണ്. മൂന്നാമതായി, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരാവുക എന്ന വലിയൊരു സന്ദേശം വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സഖറിയായും എലിസബത്തും തങ്ങളുടെ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേരിടാൻ തീരുമാനിക്കുമ്പോൾ ബന്ധുജനങ്ങളും ചാർച്ചക്കാരും അവരെ തടയുന്നുണ്ട്. എന്നാൽ അവരുടെ തടസ്സങ്ങളെ ഒന്നും വകവയ്ക്കാതെ ദൈവം ആവശ്യപ്പെട്ട പേര് നൽകുവാൻ അവർ തയ്യാറാകുമ്പോൾ ആ നിമിഷം തന്നെ സഖറിയായുടെ നാവിൻ്റെ കെട്ട് അഴിയുന്നതായും സ്വതന്ത്രമായി സംസാരിക്കുന്നതായും വചനം കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നവരാകാതെ ദൈവം പറയുന്നത് ശ്രവിക്കുവാൻ നാം തയ്യാറാകണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോഴാണ് ദൈവസ്വരം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നതെന്നും സഖറിയായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലെ പ്രതിസന്ധികളിൽ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുൻപിൽ
തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ള അനേകരുടെ സ്വരങ്ങൾക്കിടയിൽ ദൈവസ്വരം തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവസ്വരം തിരിച്ചറിയുന്നത് ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോഴാണ് എന്നും നമുക്ക് മറക്കാതിരിക്കാം. സ്നേഹമുള്ളവരെ, എലിസബത്തിന്റെ ജീവിതത്തിലെ അപമാനം നീക്കിക്കളയുവാൻ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടുമെന്നും നമുക്ക് വിശ്വസിക്കാം. സഖറിയായോടും എലിസബത്തിനോടുമൊപ്പം സന്തോഷിച്ച അയൽക്കാരെ പോലെ അപരന്റെ വളർച്ചയിൽ സന്തോഷിക്കുവാൻ, ചുറ്റുമുള്ളവരുടെ സ്വരത്തെക്കാളെല്ലാം ഉപരിയായി ദൈവസ്വരത്തിന് കാതോർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെയും ബന്ധനങ്ങൾ അഴിക്കപ്പെടും എന്നും നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.